ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു ഗ്രൂപ്പ് പോര് നിലനിന്ന് പോയാലേ അവർക്ക് ഒരു സുഖവും സന്തോഷവുമുള്ളൂ. എന്തെങ്കിലും ഒരു വിഷയം അവർ ഉണ്ടാക്കുകയും അതിൻ്റെ പേരിൽ പോരടിക്കുകയും ചെയ്യും. അത് ഭരണപക്ഷത്തിരുന്നാലും പ്രതിപക്ഷത്തിരുന്നാലും ഈ പാരമ്പര്യത്തിന് യാതൊരു മാറ്റവും വരാറില്ല. ഗ്രൂപ്പ് പോര് എന്ന് പറയുന്ന പാരമ്പര്യം, അതിൻ്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും പല നേതാക്കളും തയ്യാറല്ല. ഭരണകർത്താക്കൾക്കെതിരെയുള്ള ജനകീയ രോഷം കൊടുമ്പിരിക്കൊള്ളുന്ന ഒരു അവസരത്തിൽ പരമാവധി കോൺഗ്രസ്സുകാരെല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് വരാൻ പോകുന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലും തുടർന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഈ സർക്കാരിനെതിരെ തിരിച്ചടി കൊടുക്കണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നേതാക്കൾക്ക് അതൊന്നും ഒരു വിഷയമല്ല. അവർ തമ്മിലടി തുടരുകയും അവരതിൻ്റെ പേരിലുള്ള അവരുടെ സന്തോഷം അവർ ആർജിച്ചെടുക്കുകയും ചെയ്യും. എങ്ങനെയെങ്കിലും സന്തോഷം കിട്ടുക, അത് ഗ്രൂപ്പ് പോരിൻ്റെ പേരിലായാലും മറ്റ് പല ആരോപണങ്ങളുടെയും പ്രത്യാരോപണങ്ങളുടെയും പേരിലായാലും അവർക്ക് ഇത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടണം എങ്കിൽ അംഗം വെട്ടണം. പരസ്പരം അംഗം വെട്ടിയേ മതിയാവും. ഇപ്പോഴുള്ള ഈ വാർത്ത നോക്കുക, ഇത് പെൺപോരാണ് കേട്ടോ. കോൺഗ്രസ്സിലെ പെണ്ണുങ്ങൾ തമ്മിലുള്ള ഒരു അടിയും അതിൻ്റെ തർക്കവുമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഈ കോൺഗ്രസ്സിനൊരു മീഡിയ സെല്ലുണ്ട്. ഈ മീഡിയ സെല്ലിന് ചില ആളുകളെയൊക്കെ നിയോഗിച്ചിട്ടുമുണ്ട്. അതിൽ പെണ്ണുങ്ങളുടേതായ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അത് ദീപ്തി മേരി വർഗീസ് ആണ് അതിൻ്റെ അഡ്മിൻ, ഈ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻ. ഈ ഗ്രൂപ്പിൽ നിന്ന് അടുത്ത ദിവസം ഷമാ മുഹമ്മദ് എന്ന് പറയുന്ന AICCയുടെ ദേശീയ വക്താവിനെ പതുക്കെ പുറത്താക്കി കൊടുത്തു. എന്തിനായി ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കിയത്? അതിൻ്റെ കാരണം ഈ ഷമ കേരളത്തിലെ വിഷയങ്ങളിലും, അതായത് മലയാളം ചാനലിലെ വിഷയങ്ങളിലും ഷമാ മുഹമ്മദ് ചർച്ചയ്ക്ക് പോകുന്നുണ്ട്. പക്ഷേ ഈ ചർച്ചയ്ക്ക് പോകുമ്പോൾ ഇവിടെയുള്ള നേതാക്കളെ അറിയിക്കണ്ടേ? ഇവിടുത്തെ വനിതാ നേതാക്കളെ അറിയിക്കണ്ടേ? അറിയിക്കില്ല. ഏത് വിഷയം ചർച്ച ചെയ്യാൻ പോകുന്നു എന്ന് പറയണ്ടേ? പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളറിയാതെ, ഞങ്ങളുമായി ചർച്ച ചെയ്യാതെ കേരളത്തിലെ വിഷയങ്ങളിലും കേരളത്തിലെ മലയാള ചാനലുകളിലും ഈ ഷമാ മുഹമ്മദ് പങ്കെടുക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നും ഷമാ മുഹമ്മദ് ഷമാ മുഹമ്മദിനെ ഔട്ടാക്കുമ്പോൾ ഷമാ മുഹമ്മദ് മിണ്ടാതിരിക്കുമോ? കാരണം കോൺഗ്രസിൻ്റേതായ ഒരു രക്തം ആ ചോരയിലും ആ സിരകളിലും ഉണ്ടല്ലോ. അങ്ങനെ വന്നപ്പോൾ നേരെ KPCC പ്രസിഡന്റിനെ കണ്ടു, സുധാകരനോട് പരാതി പറഞ്ഞു. സുധാകരൻ പരാതി കേട്ട ഉടനെ തന്നെ അഡ്മിനെ വിളിച്ചു, മേരി വർഗീസിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇവരെ പുറത്താക്കാൻ പാടില്ല, തിരിച്ചെടുക്കാൻ പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി അവർ ഇദ്ദേഹത്തിനെ ഷമാ മുഹമ്മദിനെ തിരിച്ചെടുക്കുകയും ചെയ്തു. വിഷയം അവിടെ ഇപ്പോൾ എത്തി നിൽക്കുന്നേ ഉള്ളൂ. ഇനി തുടർന്ന് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് വരും കാലത്ത് നമുക്ക് കാണാം. സാധാരണ രീതിയിൽ ഈ മീഡിയ ഗ്രൂപ്പിൻ്റെ പ്രധാന ജോലി എന്ന് പറയുമ്പം ആരൊക്കെയാണ് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാൻ പോകേണ്ടത്, എന്തൊക്കെ വിഷയങ്ങളാണ് അതിനകത്ത് പറഞ്ഞു വെക്കേണ്ടത്, കോൺഗ്രസ്സിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ അവിടെ പ്രസൻറ്റ് ചെയ്യണം, ഇതൊക്കെയാണ് ഈ ഗ്രൂപ്പ് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതൊക്കെ പ്രായോഗികമായി ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യമായതുകൊണ്ട് പറയാം, ഇതിലെ ഒരു 20% പോലും നടക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ആർക്കും ആരെയും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു പാർട്ടിയാണ് ഇത്. APCC പ്രസിഡൻറ്റ് പറഞ്ഞാൽ പോലും പലരും അതിൻ്റേതായ നിലയിൽ ഗൗരവത്തോടുകൂടി ആ വിഷയം എടുക്കാറില്ല എന്നുള്ളത് പല സംഭവങ്ങളും പുറത്ത് കൊണ്ടുവന്നിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള ഈ വാട്സാപ്പ് ഗ്രൂപ്പ് പോര് അത് വനിതകൾ തമ്മിൽ ആയതുകൊണ്ട് അതിന് വലിയൊരു വാർത്താ പ്രാധാന്യമൊന്നും കിട്ടിയില്ല. പക്ഷേ അത് അവരൊക്കെ ആഗ്രഹിച്ചിരുന്നതാണ്. അങ്ങനെയെങ്കിലും പേര് പത്രത്തിൽ അടിച്ചു വരണം. എല്ലാവർക്കും കോൺഗ്രസ് നേതാക്കളിൽ നല്ലൊരു പക്ഷത്തിന് ഉള്ള ഈ രോഗം ഇപ്പോൾ പ്രധാന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ CPMൻ്റെ നേതാക്കളെയും ബാധിച്ചിട്ടുണ്ട്. മുമ്പൊക്കെ നമ്മൾ അവരുടെയൊന്നും ഫ്ലക്സ് ബോർഡുകളൊന്നും നാട്ടിൽ കണ്ടിട്ടില്ല. പാർട്ടിക്കാണ് പ്രാധാന്യം, നേതാക്കൾക്കല്ല. ഇപ്പോൾ തിരിഞ്ഞു വന്നിട്ടുണ്ട്. ബ്രാഞ്ച് കമ്മിറ്റി സമ്മേളനങ്ങൾ ഉണ്ടായാലും ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഫോട്ടോ തീർച്ചയായും
ഫ്ലക്സ് ബോർഡിൽ വരണം എന്നുള്ളതാണ്. അത് മുകളിൽ നിന്നും തുടങ്ങുന്ന ഒരു അസുഖമാണ് താഴേക്കും ബാധിച്ചിട്ടുള്ളത്. എല്ലാവർക്കും മുഖം പ്രദർശിപ്പിക്കണം, പരസ്യം വേണം, പേരുകൾ എപ്പോഴും പത്രത്തിൽ അച്ചടിച്ചു വരണം, പ്രിൻ്റ് മീഡിയയിലായാലും സോഷ്യൽ മീഡിയയിലായാലും വന്നുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വാട്സാപ്പ് പോലും പതുക്കെ ഒന്ന് അനക്കം വെച്ചത്. പക്ഷേ വിചാരിച്ചതുപോലെ അതങ്ങ് ക്ലിക്കായില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇനിയെങ്കിലും ഇവരൊക്കെ പാഠം പഠിച്ചാൽ നല്ലത്.